ആറ്റിങ്ങലിലെ ലോഡ്ജ് മുറിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. കോഴിക്കോട് വടകര സ്വദേശിനി 37-കാരിയായ അസ്മിനയുടെ മരണമാണ് കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. സംഭവത്തിൽ ലോഡ്ജ് ജീവനക്കാരനായ പുതുപ്പള്ളി സ്വദേശി ജോബിൻ ജോർജിനായി അന്വേഷണം തുടങ്ങി. ഇന്നലെയാണ് യുവതി ലോഡ്ജിൽ മുറിയെടുത്തത്. ഇന്ന് രാവിലെയാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോബിനുമായി യുവതിക്ക് പരിചയമുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ചുവന്ന കളറിലെ നൈറ്റി ധരിച്ച് കട്ടിലിൽ മലർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് മൃതദേഹം കിടന്നത്. യുവതിയുടെ തലയിലും കൈയിലും മുറിവുകളുണ്ട്. യുവതിയുടെ വസ്ത്രത്തിലും ചുമരിലും തറയിലും കട്ടിലും രക്തം പുരണ്ടിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. മുറിക്കുള്ളിൽ മദ്യക്കുപ്പിയും പൊട്ടിക്കിടക്കുന്നുണ്ട്. 3 മാസങ്ങൾക്ക് മുമ്പാണ് യുവതിയും ജോബിനും തമ്മിൽ പരിചയപ്പെട്ടതെന്നും യുവതി പാചകക്കാരിയായി ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ ജോബിൻ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തിട്ടുണ്ടെന്നും ആറ്റിങ്ങൽ SHO പറഞ്ഞു. 9:30 മണിയോടുകൂടി ഈ സംഭവം പോലീസ് അറിയുന്നത്. ഈ ലോഡ്ജിലെ സ്റ്റാഫ് വന്ന മുറി തുറക്കാത്തതെന്ന് നോക്കുമ്പോൾ അവർക്ക് സംശയം തോന്നിയാണ് പോലീസിൽ വിളിച്ചത്. പോലീസ് വന്നിട്ടാണ് മുറി തുറന്നപ്പോൾ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. സ്ത്രീക്ക് പരിപ്പുണ്ട്. ഇവരുടെ കൂടെ താമസിച്ചിരുന്ന ഒരു യുവാവ് കൂടെ താമസിച്ചിരുന്നത്. ആ യുവാവ് രാവിലെ തന്നെ ഇവിടുന്ന് പോയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിൻ്റെ നടക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ നടക്കുന്നതാണ്. സംശയമുള്ള ആളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മുറിവുകൾ തലയ്ക്കും ചെറിയ മുറിവുകളുണ്ട്. മരണകാരണം ഏതാണെന്ന് നാളെ പോസ്റ്റ്മോർട്ടം പരിശോധന കഴിഞ്ഞാൽ അറിയാൻ പറ്റും. യുവാവിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? യുവാവിനെ തിരിച്ചറിഞ്ഞു. യുവാവ് ഇവിടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന യുവാവാണ്. യുവാവിനെ അന്വേഷിക്കുന്നുണ്ട്. തിരിച്ചറിഞ്ഞു. സ്ഥലം യുവാവിന്റെ അയാളെ കായംകുളം ഭാഗത്ത് താമസിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ 4 മണിയോടെ യുവാവ് ലോഡ്ജിന് പുറത്തേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗവും വിരലടയായ വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. ജോബിനായി തെരച്ചിൽ തുടരുകയാണ് പോലീസ്. ന്യൂസ് ഡെസ്ക്, കല്ലമ്പലം ന്യൂസ്.